അച്ഛൻ പോയിട്ട് എത്ര നേരമായി? എന്താ എത്ര വൈകണേ? സാധാരണ നീ ഇങ്ങനല്ലല്ലോ പറയാറുള്ളൂ. ഇറങ്ങിപ്പോയ പിന്നെ വരല്ലേ എന്നല്ല നീ പറയാറുള്ളത്. അച്ഛൻ്റെ ചില സ്വഭാവങ്ങൾ എനിക്കിഷ്ടമല്ല. ഇത് പിന്നെ നമ്മുടെ മോൻ്റെ കാര്യത്തിൻ്റെ പേരില. അച്ഛൻ വിചാരിച്ച പൈസയുടെ കാര്യം നടക്കും. അച്ഛൻ പണ്ട് കുറെ പേരെ സഹായിച്ചിട്ടും അതല്ലേ. നിനക്ക് അച്ഛൻ്റെ പേഷൻ പൈസ വേണം, അച്ഛൻ്റെ വീടും വസ്തുവും വേണം. ഒരു ഗ്ലാസ് വെള്ളം നീ ഇതുവരെ അച്ഛന് കൊടുത്തിട്ടുണ്ടോ? അതിനെങ്ങനെയാ? ഞാൻ എന്തെങ്കിലും കൊടുത്താൽ അതിൽ മുടി കിടക്കണം പൊടി കിടക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറ്റം പറിച്ചില്ല. അതുകൊണ്ടാണ് എനിക്കൊന്നും കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത്. നല്ലത് പറഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ എന്ത് കൊടുത്താലും അച്ഛനെ കുറ്റം പറിച്ചിട്ടല്ലേ. എന്ത് പറഞ്ഞാലും നിനക്ക് ഓരോ ന്യായങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ പറ്റണില്ലേ? നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനുമായിട്ട് അച്ഛൻ്റെ ചെലവിൽ അങ്ങോട്ട് കഴിഞ്ഞു. അതിനെങ്ങനെയാ? ഉള്ളൊരു ജോലി കളഞ്ഞില്ലേ? വല്ല പെണ്ണുങ്ങളുടെയും പുറകെ നടന്നു. ഉടനെ നീ ഒന്ന് നിർത്ത. മനുഷ്യരുടെ സമാനമല്ല ഇരിക്കുമ്പോഴേ അവിടെ ഒരു എന്താ മോനെ? അച്ഛൻ്റെ അമ്മയുടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എൻ്റെ ഓപ്പറേഷന്. ചേട്ടൻ ഇങ്ങോട്ട് അന്വേഷിച്ച് വരണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലേ. ആവശ്യം എൻ്റെ ആയി പോയില്ലേ. ആ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ ഇങ്ങനെ പോണു. പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കാശ് കൊടുത്തിരിക്കുക, അതൊന്നും തിരിച്ചു തരുന്നില്ല. അതൊക്കെ കിട്ടുമ്പോൾ മാഷയുടെ കാര്യം റെഡിയാക്കാം. ആവശ്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിഞ്ഞൂടെ? മര്യാദയുടെ ഭാഷ ചോദിച്ചിട്ടുണ്ട്, തന്നില്ലെങ്കിൽ അത് മേടിച്ചിട്ട് ഞങ്ങൾക്കറിയാം. അങ്ങനെ മേടിച്ചിട്ടാണേലും മാഷ്ക്ക് ഞങ്ങൾ പൈസ തന്നേക്കും പലിശയില്ലാതെ. മാഷ് ഞങ്ങളുടെ അപ്പനെ നന്നായി സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാശില്ല. കാശ് കിട്ടുമ്പോൾ നന്നായി മാഷെ സഹായിക്കും. എൻ്റെ അപ്പച്ചനൊക്കെ ഞാൻ നന്നായി സഹായിച്ചിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എൻ്റെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അങ്ങനെ സഹായിക്കണം. ആ കിളവനങ്ങൾ ചാഞ്ഞു നിൽക്കുകയാണ്. ആഞ്ഞു പിടിച്ചാൽ വലിച്ചിടാം. അത് ശരിയാണ്. പക്ഷെ ആ കിളവൻ്റെ മുഖത്ത് പിന്നെ നമ്മൾ നോക്കണ്ടല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ ആവശ്യങ്ങൾ നടക്കും. നമുക്ക് വലിയ ആവശ്യങ്ങൾ. ആ മനുഷ്യൻ നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. പിന്നെ എങ്ങനെയാണ് തൻ്റെയൊക്കെ കെണിയെ വന്ന് വീണത്? ചെറുമകൻ്റെ ഓപ്പറേഷന് 1 ലക്ഷം രൂപ ആവശ്യമുണ്ട് ആ കിളവന്. പുള്ളിയുടെ കയ്യിൽ 25,000 ഇരിപ്പുണ്ട്. 25,000 രൂപ മേടിച്ചു, എന്നിട്ട് 3 ഇരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ അല്ലേ? അതിൽ ആ പുള്ളി വീണു. നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്, ആ കിളവൻ വരുന്നുണ്ട്. കേട്ടോ, എവിടെയാണ്? 2 ദിവസമായില്ല കണ്ടിട്ട്. ഞാൻ ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെന്നേ, നിങ്ങളെ കണ്ടിട്ട് 2 ദിവസമായി. എന്നാലേ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ നിൽക്കണം, ഇവിടെ മാറി നിൽക്കാം. ആ നമുക്കൊന്ന് അങ്ങോട്ട് മാറാം. അല്ലേ? ആ വാ. 25,000 രൂപ കൊണ്ടുവന്ന് കൊടുക്കണം. 1 ലക്ഷം രൂപ ചേട്ടൻ അങ്ങോട്ട് തരും. ഓപ്പറേഷൻ നടത്താം, എന്ത് കാര്യങ്ങളും ചെയ്യാം. പക്ഷേ വേറെ കാര്യമുണ്ട്, ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. ഇന്നോ നാളെ ആയിട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? എനിക്കും അത്യാവശ്യമാണ്. പിന്നെ എൻ്റെ മോന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷനല്ലേ. ഞാൻ നാളെ 10 മണിക്ക് വരാം. നിങ്ങളിവിടെ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാവും. എനിക്കൊന്നും പറയാനില്ല. നാളെ കാണാം കേട്ടോ. ചതിക്കുഴി ഇത് ചതിക്കുഴി. അച്ഛാ എന്തായി? അവരത് പണം തരാമെന്ന് പറഞ്ഞല്ലേ? എത്ര രൂപ കിട്ടി? അച്ഛാ 2 ദിവസത്തിനുള്ളിൽ ആസ്പത്രിയിൽ പൈസ അടയ്ക്കണം. അച്ഛനാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. നീ പേടിക്കണ്ട. ആ പണം കിട്ടിയില്ലെങ്കിലും നമ്മുടെ മോൻ്റെ ഓപ്പറേഷൻ നടക്കും.
ഒന്നുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ ഇനി ആരോട് ചോദിക്കാനാ അച്ഛാ? ഇനി നമുക്ക് സമയം ഒട്ടുമില്ലല്ലോ. ആ 2 ദിവസം ഉണ്ടല്ലോ. എനിക്ക് 2 ദിവസം കൂടി സമയം താ. ഞാൻ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. ദൈവം അത് എനിക്ക് തരും. ഞാൻ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കും. നമ്മുടെ കൊച്ചിൻ്റെ ഓപ്പറേഷൻ ഞാൻ നടത്തിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നീ റെഡിയാകും. അച്ഛനൊരു കാര്യം പറഞ്ഞാൽ അത് ശരിയാകും. കള്ളപ്പണം ഇത് മനുഷ്യനെ ചേട്ടാ കറക്കും പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളുടെ രണ്ടുപേരും പറഞ്ഞ കണക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ കൊണ്ടുവരാണ്ടിരിക്കുക ചേട്ടാ. കടക്കേണി ഇത് കടക്കേണി കള്ളപ്പണം ഇത് മനുഷ്യനെ കറക്കും പണം. അയ്യോ അവന്മാർ ചതിച്ചല്ലോ. അയ്യോ ചതിച്ചല്ലോ ദൈവമേ. ഓ എൻ്റെ കൊച്ചുമോൻ ഓപ്പറേഷൻ. അയ്യോ അയ്യോ ചതിച്ചല്ലോ ദൈവമേ. മോനെ കുഞ്ഞാ അപ്പൂപ്പൻ. മാഷേ പേടിക്കണ്ട. മാഷയുടെ പൈസ ഞങ്ങൾ അവരെ മേടിച്ചു. അത് മേടിച്ചെടുക്കാനായിട്ട് ഒരുപാട് പാടുപെട്ടു. എന്നാലും മാഷിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷയില്ല കേട്ടോ. സംഭവിച്ചു പോയി മക്കളെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിഷമിക്കണ്ട മാഷേ, എഴുന്നേൽക്ക്. ഇതാ മാഷിന്റെ പൈസ. ഇനി കുഞ്ഞിന്റെ ഓപ്പറേഷന് എത്ര പൈസ വന്നാലും ഞങ്ങൾ തരും മാഷേ. ഇത് നിങ്ങൾക്കും കൂടിയുള്ള ഒരു പാഠമാണ്. എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ആരും ഇത്തരം ചതിവിൽ ചെന്ന് പെട്ടുപോകരുത്.